നമസ്തേ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യദർശനമെന്ന രണ്ടാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യദൃച്ഛയ ച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ പാർത്ഥ, യദൃച്ഛയ ഉപപന്നം അപാവൃതം സ്വർഗദ്വാരം ച ഈദൃശം യുദ്ധം യേ ക്ഷത്രിയാഃ ലഭന്തേ തേ സുഖിനഃ. പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നമുക്ക് ചർച്ച ചെയ്യാം. ഭഗവാൻ കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ മേൽപ്പറഞ്ഞ ഓരോ ശ്ലോകങ്ങളുടെയും അർജുനനിലുള്ള തൃഷ്ണ ചോദ്യത്തെ ഉദാഹരണങ്ങളിലൂടെ ക്ഷത്രിയൻ്റെ ധർമ്മങ്ങളിലൂടെ തുറന്നു കാണിച്ച് അദ്ദേഹത്തിൻ്റെ സന്ദേഹങ്ങളെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും അപ്രകാരമുള്ള ഒരു ശ്ലോകമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലയോ അർജുന, വിചാരിക്കാതെ വന്നു ചേർന്നിരിക്കുന്നതും സ്വർഗപ്രാപ്തിക്ക് ഹേതുഭൂതവുമായ കാരണഭൂതവുമായ ഇപ്രകാരമുള്ള യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രമേ വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് യുദ്ധസന്നദ്ധനാവുക എന്ന ആഹ്വാനമാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനായി നൽകുന്നത്. നമസ്തേ.